ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബബബ വിജയിക്കാൻ എത്ര നേടണമെന്നുള്ള ചോദ്യം തന്നെയാണ്. ബബബ ഇറങ്ങി ഒരാഴ്ച പിന്നിടുകയാണ്. സിനിമ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ മികച്ച രീതിയിൽ കളക്ട് ചെയ്യപ്പെടുന്നു. 8 ദിനങ്ങളിലേക്ക് കടന്ന സിനിമ 9ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ വിജയിച്ചോ? സിനിമ വിജയിക്കാൻ എത്ര നേടണമെന്നുള്ള ചോദ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റായി പുറത്ത് വന്നിരുന്നത് 50 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു ബഡ്ജറ്റിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നു. കാരണം വമ്പൻ താരനിര തന്നെയാണ് ഇതിനകത്തിൽ. അതേപോലെ തന്നെ ഒരുപാട് നാളുകളെടുത്ത് ഷൂട്ട് ചെയ്ത ഒരു ചിത്രം. ഇതിനകത്തിൽ മോഹൻലാൽ, ദിലീപ് തുടങ്ങിയവരുടെ പ്രതിഫലം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണേലും ഒരു 18 കോടിക്ക് അല്ലെങ്കിൽ 15 കോടിക്ക് മുകളിലുണ്ടാവും. 10 കോടി മോഹൻലാലിനുണ്ടെങ്കിൽ ഒരു 5 കോടി ദിലീപിനുണ്ടെങ്കിൽ 15 കോടി തന്നെ. പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് താരങ്ങളെ കുത്തി നിറച്ചിരിക്കുന്ന സിനിമ എന്ന് തന്നെയാണ് ഈ സിനിമയെ വിശേഷിപ്പിക്കാനുള്ളൂ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ ആദ്യം ഒന്ന് നോക്കാം. ഇന്ന് 799ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത്. 55,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. സിനിമ നേടിയിരിക്കുന്നത് 83 ലക്ഷം രൂപയോളം. അതായത് ഏറെക്കുറെ ഇന്നും സിനിമയ്ക്ക് 1 കോടിയോളം നേടാൻ കഴിഞ്ഞു. ഈ 8 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 22-23 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. അതായത് 25 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ട് പുറത്ത് വന്ന കണക്കുകൾ ഒഫീഷ്യലായി 41 കോടി 30 ലക്ഷം രൂപ 4 ദിനം കൊണ്ട് നേടിയെന്നും ട്രാക്കേഴ്സ് അതല്ല, ഇന്ന് ഈ 8ാം ദിനവും സിനിമ 40 കോടി ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതുമാണ് കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം അവിടെ വരികയാണ്. ഇനി ഗോകുലം ഗോപാലൻ തന്നെ ഇന്നൊരു സക്സസ് പ്രൊമോ പുറത്തുവിട്ടിരുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ വന്ന് അതിനകത്തിൽ മൂവിങ് ടുവേഡ്സ് എന്നുള്ള ലെവലിൽ ഒരു 50 കോടിയിലേക്ക് എന്നുള്ള ലെവലിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സിനിമ 50 കോടി ടച്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനിയും ഈ ഒരു സിനിമയുടെ വിജയ ഫാക്ടർ, ഈ ഒരു സിനിമയ്ക്ക് 50 കോടി ബഡ്ജറ്റ് ആണെങ്കിൽ സിനിമ വിജയിക്കാൻ ഏറെക്കുറെ 120 കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് നേടണം എന്നുള്ളതാണ്. അഥവാ 30 കോടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 75-80 കോടിയെങ്കിലും സിനിമ നേടണം. ഈ രണ്ട് ഫിഗറിലും സിനിമ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് 30 കോടി എന്ന് പറഞ്ഞാൽ ചിലർ വാദിക്കുന്നുണ്ട് 30 കോടി മാത്രമാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും 75 കോടിക്ക് മുകളിൽ സിനിമ എത്തണം. കേരളത്തിൽ നിന്ന് സിനിമ 25 കോടി പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ ഒരു സിനിമ വിജയിക്കാൻ വലിയ ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. ഇനി ബിസിനസ് അടക്കം കാര്യങ്ങളെല്ലാം വരുമ്പോൾ സിനിമ 100 കോടിക്ക് മുകളിലെത്തും. അതിന് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സിനിമ ബിസിനസ് വൈസ് വിജയിച്ചാൽ മാത്രമേ ഒരു വിജയമെന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ സിനിമ ഒരു ഫ്ലോപ്പ് ലെവലിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പിക്കാം. മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളുടെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ ഈ ഒരു കളക്ഷനിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 20 കോടിക്ക് താഴെ ആയിരിക്കണം ബഡ്ജറ്റ് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ നല്ല ലെവലിൽ കളക്ട് ചെയ്യും. വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.